പ്രണവ് മോഹൻലാൽ തന്റെ കരിയറിൽ ഇതുവരെ 5 ചിത്രങ്ങളിലാണ് നായകനായി അഭിനയിച്ചിട്ടുള്ളത്. ഈ 5 ചിത്രങ്ങളിൽ ബോക്സ് ഓഫീസിൽ വിജയിച്ചവയും പരാജയപ്പെട്ടവയുമായ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രങ്ങളെ പറ്റിയാണ്. എല്ലാ സുഹൃത്തുക്കളും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. ആദ്യമായി പറയുന്ന സിനിമ പ്രണവ് മോഹൻലാൽ നായകനായി ആദ്യമായി അഭിനയിച്ച ചിത്രമാണ്. ആദി എന്ന സിനിമയിലാണ് പ്രണവ് മോഹൻലാൽ നായകനായി ആദ്യമായി അഭിനയിച്ചത്. ജീത്തു ജോസഫാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത്. തന്റെ ആദ്യ ചിത്രമായ ആദി ഒരു വമ്പൻ വിജയമായി മാറിയ ചിത്രമാണ്. ചിത്രത്തിൽ മോഹൻ വർമ്മയുടെയും റോസക്കുട്ടിയുടെയും ഏക മകനാണ് ആദി എന്ന ആദിത്യ വർമ്മ. സംഗീത സംവിധായകനാകണമെന്നാണ് ആദിയുടെ സ്വപ്നം. തന്റെ ലക്ഷ്യം പിന്തുടർന്നെത്തുന്ന ആദി ബാംഗ്ലൂരുവിൽ എത്തുകയും വലിയൊരു ആപത്തിൽ ചെന്ന് ചാടുകയും ചെയ്യുന്നു. തുടർന്നുള്ള ആദിയുടെ അതിജീവനത്തിന്റെ കഥയാണ് സിനിമ പറയുന്നത്. നായകനായ ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച പ്രകടനമാണ് പ്രണവ് മോഹൻലാൽ കാഴ്ചവെച്ചത്. പാർക്കൗർ രംഗങ്ങളിൽ ഡ്യൂപ്പിന്റെ സഹായമില്ലാതെ അതിഗംഭീരമായ ആക്ഷൻ പ്രകടനമാണ് പ്രണവ് കാഴ്ചവെച്ചത്. അസാധ്യമായ മെയ്വഴക്കത്തോടെയാണ് പാർക്കൗർ പ്രകടനങ്ങൾ പ്രണവ് മോഹൻലാൽ നടത്തിയത്. ചിത്രത്തിനായി പ്രണവ് എടുത്ത കഠിനാധ്വാനവും അർപ്പണബോധവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരു പുതുമുഖ നടന് കിട്ടാവുന്ന ഏറ്റവും മികച്ച ചിത്രമാണ് ആദി. അതുപോലെ തന്നെ ഒരു പുതുമുഖ നടനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും മികവുള്ള സിനിമയുമാണ് ആദി. അതോടൊപ്പം തന്നെ മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ താരത്തിന്റെ മകനിൽ നിന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കാവുന്നതിന്റെ പരമാവധിയാണ് ആദി എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്ക് ലഭിച്ചത്. ഈ ഒരു സിനിമ ഒരു വമ്പൻ വിജയം തന്നെയായിരുന്നു. അടുത്തതായി പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ 5 ചിത്രങ്ങളിൽ ഞാൻ രണ്ടാമതായി പറയുന്നത് പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന DS ഇറ എന്ന ചിത്രം. ഈ ഒരു സിനിമ ഒരു വമ്പൻ വിജയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ചിത്രമായി ഈ ഒരു സിനിമ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു സിനിമയിലെ പ്രണവ് മോഹൻലാലിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ഇതുവരെയുള്ള സിനിമകളിൽ കരിയർ ബെസ്റ്റ് പ്രകടനം തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ നടത്തിയിട്ടുള്ളത്. ഈ ഒരു സിനിമ പ്രണവ് മോഹൻലാലിന്റെ ഇതുവരെയുള്ള ചിത്രങ്ങളിൽ ഏറ്റവും വലിയ വിജയമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു സിനിമയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. ഈ ഒരു സിനിമയും ഒരു വമ്പൻ വിജയം തന്നെ. മൂന്നാമതായി ഞാൻ പറയുന്ന ചിത്രം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം എന്ന ചിത്രമാണ്. ഈ ഒരു സിനിമ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. വമ്പൻ വിജയം നേടിയ ഈ ഒരു സിനിമ വിനീത് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും ഒന്നിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വമ്പൻ ഹൈപ്പിലെത്തിയ ചിത്രമാണ്. ഹൈപ്പിനൊത്ത് തന്നെ തിയേറ്ററുകളിൽ മികച്ച പ്രകടനം ഈ ഒരു ചിത്രം കാഴ്ചവെച്ചു. ബോക്സ് ഓഫീസിൽ മികച്ച രീതിയിലുള്ള കളക്ഷൻ ഈ ഒരു ചിത്രത്തിന് നേടാൻ സാധിച്ചു. പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ ഒരു മികച്ച ചിത്രം തന്നെയായിരുന്നു ഹൃദയം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രത്തിൽ പ്രണവ് മോഹൻലാലിനെ കൂടാതെ കല്യാണി പ്രിയദർശൻ, ദർശന രാജേന്ദ്രൻ എന്നിവരും പ്രധാന വേഷത്തിലെത്തി. ബോക്സ് ഓഫീസിൽ നിന്ന് 52 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ ഒരു ചിത്രം ഒരു വമ്പൻ വിജയം തന്നെയായിരുന്നു. ഹൃദയം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വന്ന പ്രണവ് മോഹൻലാൽ ചിത്രത്തിന്റെ സംവിധായകൻ വിനീത് ശ്രീനിവാസനായിരുന്നു. വിനീത് ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ കോംബോയിൽ വന്ന ഈ ഒരു ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനും ഒരു പ്രധാന വേഷത്തിലെത്തി. കൂടാതെ നിവിൻ പോളി ഈ ഒരു ചിത്രത്തിൽ ഒരു കാമിയോ റോളിലും എത്തിയിരുന്നു. ബോക്സ് ഓഫീസിൽ മികച്ച വിജയമാണ് വർഷങ്ങൾക്ക് ശേഷം നേടിയത്. 82.75 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു ചിത്രം കളക്ട് ചെയ്തത്. OTTയിൽ സമ്മിശ്ര പ്രതികരണമാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചത്. ഈ ചിത്രവും ഒരു മികച്ച വിജയമായിരുന്നു. അടുത്തതായി ഞാൻ പറയുന്നത് പ്രണവ് മോഹൻലാൽ നായകനെ അഭിനയിച്ചതിൽ പരാജയപ്പെട്ട ഏക ചിത്രമാണ്. 5 ചിത്രങ്ങളിലാണ് പ്രണവ് മോഹൻലാൽ നായകനായി അഭിനയിച്ചത്. അതിൽ പരാജയപ്പെട്ടത് 21ാം നൂറ്റാണ്ട് എന്ന അരുൺ ഗോപി സംവിധാനം ചെയ്ത ചിത്രമാണ്. ടോമിച്ചൻ മുളകുപാടം നിർമ്മിച്ച ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. പ്രണവ് മോഹൻലാൽ നായകനായി അരങ്ങേറ്റം കുറിച്ച ആദ്യ എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം വന്ന സിനിമയായിരുന്നു 21ാം നൂറ്റാണ്ട്. പ്രണവ് മോഹൻലാൽ നായകനായി അഭിനയിച്ച 5 ചിത്രങ്ങളിൽ ഏക പരാജയവും 21ാം നൂറ്റാണ്ട് എന്ന ചിത്രമായിരുന്നു. പ്രണവ് മോഹൻലാലിന്റെ സിനിമകളെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രണവ് മോഹൻലാൽ ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.